സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. വിവിധ അനുഗ്രഹങ്ങളാൽ, വിവിധ നന്മകളാൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. 149 സങ്കീർത്തനം, 150 സങ്കീർത്തനം, ഇതിനകത്തൊക്കെ സ്തുതിപ്പി എന്നുള്ളതാണ്. അതേപോലെ തന്നെ 148 യഹോവയെ സ്തുതിപ്പി, 147 യഹോവയെ സ്തുതിപ്പി, 146 യഹോവ. കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ സ്തുതിപ്പിൻ. ആരെയാണ് നമ്മൾ സ്തുതിക്കേണ്ടതെന്ന്? ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. 149 സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പി ഉണ്ടോ. യഹോവയ്ക്കൊരു പുതിയ പാട്ട് ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവിൻ. നമ്മൾ പുതിയ പാട്ടൊക്കെ പാടുന്നതോ അല്ലെങ്കിൽ പുതിയ പാട്ട് കേൾക്കുന്നതൊക്കെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള, നമ്മളെ മനസ്സിന് വളരെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വേറൊന്നാണ്. യഹോവയ്ക്ക് വേണ്ടി നമ്മൾ പാടണം. ഇസ്രായേൽ തന്നെ സൃഷ്ടിച്ചാലും സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. രാജാവ് ആരാ? മഹത്വത്തിൻ്റെ രാജാവ് ആരാണ്? മഹത്വത്തിൻ്റെ രാജാവ് ദൈവമാണ്. ദൈവത്തിൽ നമ്മൾ ആനന്ദിക്കണം. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കണം. തപ്പിനോടും നൃത്തത്തോടും ദൈവത്തെ സ്തുതിക്കണം. അതാണ് തപ്പിനോടും കിന്നരത്തോടും കൂടി അവൻ്റെ കീർത്തനം പാടണം. യഹോവ തൻ്റെ ജനത്തെ പ്രസാദിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേന് നമ്മളുടെ ആ ദുഃഖം കുറച്ച് കുറയും. എൻ്റെ ഭാരം ഇവിടെ, ഭാരം ദൈവത്തിൻ്റെ സന്നിധി വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ, ഒത്തിരി ഫ്രീഡം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മനസ്സിനൊരു നല്ല ഫ്രീഡമാണ് ലഭിക്കുന്നത്, സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത്. ഭാരമെല്ലാം ഇവിടെ നമ്മൾ മാറിപ്പോയതുപോലെ തോന്നും കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. വിശുദ്ധന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശൈർ ഘോഷിച്ചുല്ലസിക്കട്ടെ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. രാവിലെ മുതൽ പൽക്കാലം എല്ലാം നമ്മളെ കൺമണി പോലെ കർത്താവിച്ചും പരിപാലിച്ച് രാത്രിയിൽ കിടക്കുമെന്ന് സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങൾ. ഉറങ്ങാൻ പറ്റാത്ത എത്ര രാത്രികൾ കൂടെ നമ്മൾ പലരും കടന്നു പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾക്ക് നല്ലതായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റണമെങ്കിൽ കർത്താവിൻ്റെ കൃപ ആവശ്യമാണ്. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പോഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തുള്ള വാളുണ്ട്. വാളെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ദൈവമക്കൾ, വാള്. ഇതാണ് ദൈവവചനം. എന്താ ഈ ദൈവവചനമാണ് ഇരുവായ തലയുള്ള വാള്. എന്താ ജനതകളോട് പ്രതികാരം ജനങ്ങൾക്ക് ശിക്ഷ നടത്തേണ്ടതിന് അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങളാൽ ബന്ധിക്കേണ്ടതിന് എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിന് തന്നെ അത് അവൻ്റെ സർവ്വവിശുദ്ധന്മാർക്കും ബഹുമാനമാകുന്നു. യഹോവയെ സ്തുതി. യഹോവ ആരാണ്? സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. 150 സങ്കീർത്തനം യഹോവയെ സ്തുതിപ്പിൻ. കണ്ടോ, യഹോവയെ സ്തുതിക്കുക റിപ്പീറ്റ് ചെയ്യുക. ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുക. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവൻ സ്തുതിക്കുക. സകലത് ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത് ഉളവാകുകയാണ് ചെയ്തത്. അതാ കർത്താവച്ചനാണ് സകലത് ഉളവാക്കിയത്. അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുന്നു. എത്രയോ അത്ഭുത പ്രവൃത്തികൾ അവൻ ചെയ്തിരിക്കുന്നു. ആ മഹിമാധിക്യത്തിന് തക്കവണ്ണം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അതാണ് കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിക്കും. വീണയോടും കിന്നരത്തോടും കൂടെയാണ് ഇതെല്ലാം ഗിറ്റാറൊക്കെ വായിക്കുന്നത്. കുഞ്ഞുങ്ങൾ വായിക്കുന്നതൊക്കെ നല്ല രസമല്ലേ. കീബോർഡ് ഇങ്ങനെ വായിക്കുന്നതൊക്കെ നല്ല രസമല്ലേ. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേക കഴിവാണ് അല്ല, പാടാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ബൈബിൾ വായിക്കാൻ. ഇതിനെല്ലാം ഒരു ആഗ്രഹം മനുഷ്യൻ്റെ വേണം. നമ്മൾ ഒരു ദിവസം തന്നെ ദൂരം ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിതോടെ ചെയ്യണം, നമ്മൾ പാടണം, പ്രാർത്ഥിക്കണം, നമ്മൾ ആരാധിക്കണം. എല്ലാ മനുഷ്യർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ദൈവസന്നിധിയിൽ പോവുക, ആരുടെയും ഒരു വിഷയം കേട്ടാൽ പ്രാർത്ഥിക്കുക. അതിനൊക്കെ ജ്ഞാനമൊന്നും വേണ്ട, മനസ്സ് മതി. ഉച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിക്കുവിൻ. അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിക്കുവിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിപ്പിക്കട്ടെ. യഹോവയെ സ്തുതിപ്പിക്കും. നമ്മൾ ഈ കൈ ഒന്ന് അടിച്ച് പാടി നോക്കി, എന്നാ സന്തോഷമാണ്. നമുക്ക് സന്തോഷം വരുമ്പോഴാണ് നമ്മൾ പാടുന്നത്, സന്തോഷം വരുമ്പോഴാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്, സന്തോഷം വരുമ്പോൾ കൈയടിച്ച് പാടുന്നത് വലിയൊരു സന്തോഷമാണ്. ആ സന്തോഷത്താൽ ദൈവമേ എല്ലാവരെയും നിങ്ങളെ ദൈവം അവരെ നിറയ്ക്കട്ടെ. എന്നെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എനിക്കറിയത്തില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. എൻ്റെ പേര് ജെസ്സി എന്നാണ്. നിങ്ങൾക്ക് മെസ്സേജ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ദൈവം എന്നെ ജ്ഞാനത്താൽ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്ന ഈ ദൈവവചനത്തിൽ നിന്നാണ് പറയുന്നത്. അതിന് യോഗ്യതയില്ലാത്ത ആളായ എന്നെ എൻ്റെ കർത്താപ്പച്ചൻ യോഗ്യതയുള്ളവളാക്കി തീർത്തത് കൊണ്ട് മാത്രമാണ് എനിക്കിത് പറയാൻ സാധിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ വചനം കയ്യിലെടുക്കുമ്പോൾ എന്നാ സന്തോഷം എനിക്ക് ലഭിക്കുന്നത്, എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നാ സന്തോഷം എനിക്ക് ലഭിക്കുന്നതെന്നറിയാമോ. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിട്ട് നമ്മൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കർത്താപ്പച്ചൻ നമുക്ക് സന്തോഷം തന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ കർത്താവിൽ സന്തോഷം ജീവിക്കുമ്പോൾ കർത്താവിന് സന്തോഷമാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.